നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് പതാക ഉയർന്നു. കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കെ കുഞ്ഞിരാമൻ, AK നാരായണൻ നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. കുമ്പളയിലെ നിധിവേട്ട മുജീബ് കമ്പാറിനെ മുസ്ലിം ലീഗിന്റെയും പോഷക സംഘടനകളുടെയും പദവികളിൽ നിന്നും ഒഴിവാക്കി. ഒരാഴ്ച മുമ്പാണ് പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള കുമ്പള ആരിക്കാടിക്കോട്ടയിൽ 5 അംഗ സംഘം നിധി കുഴിച്ചെടുക്കാൻ ശ്രമിച്ചത്. ചീമേനിയിൽ വീടിന്റെ മുൻവാതിൽ തകർത്ത് 45 പവൻ സ്വർണ്ണാഭരണങ്ങളും വെള്ളിപ്പാത്രങ്ങളും കവർന്നു. കണ്ണൂർ സ്വദേശിയും സിവിൽ എഞ്ചിനീയറുമായ N മുകേഷിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. കുംഭമേളയിൽ കാസർഗോഡിന്റെ സ്വന്തം മംഗലം കളിയും. അമ്പലത്തറ 3-ാം മൈൽ മുണ്ടോട്ട് ഊരിലെ കലാകാരന്മാരാണ് 6 മുതൽ നടക്കുന്ന ഗോത്ര കലാമേളയിൽ മംഗലം കളി അവതരിപ്പിക്കുന്നത്. 600ഓളം കലാകാരന്മാർ ചുവടുവെച്ച മെഗാപൂരക്കളി ആസ്വാദകർക്ക് നവ്യാനുഭവമായി. കാസർഗോഡ് നെല്ലിക്കാത്തുരുത്തി കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്ര പുനഃപ്രതിഷ്ഠ കലശോത്സവത്തിന്റെ മുന്നോടിയായാണ് മെഗാപൂരക്കളി അവതരിപ്പിച്ചത്. കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. വിഷ്ണുമൂർത്തി തിരുമുടിയെടുക്കൽ ചടങ്ങോടുകൂടിയാണ് ഉത്സവത്തിന് സമാപനമായത്. KSTA 34-ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഉപജില്ലാതല പതാക ദിനം ആചരിച്ചു. തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന പരിപാടി KSTA സംസ്ഥാന കമ്മിറ്റി അംഗം EM ചന്ദ്രാംഗതൻ ഉദ്ഘാടനം ചെയ്തു. മേള പെരുമഴ തീർത്ത് ചെണ്ടമേളത്തിൽ കുട്ടികളടക്കം 100ഓളം കലാകാരന്മാരുടെ അരങ്ങേറ്റം. 10 മാസം നീണ്ട പരിശീലനത്തിന് ശേഷം കാസർഗോഡ് ഉദുമ ഷൺമുഖമഠത്തിലാണ് അരങ്ങേറ്റം നടന്നത്. വാർത്തകൾ വിശദമായി. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് പതാക ഉയർന്നു. കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കെ കുഞ്ഞിരാമൻ, AK നാരായണൻ നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. കാഞ്ഞങ്ങാട് മാവുങ്കാൽ റോഡിൽ നടക്കുന്ന CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് ഉയർത്താനുള്ള കൊടിമരം ചീമേനിയിൽ നിന്നും കയ്യൂരിൽ നിന്നും പ്രയാണം നടത്തി. ചീമേനി രക്തസാക്ഷി നഗറിൽ നിന്നും CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ കൊടിമരം കൈമാറി. സമ്മേളന സ്ഥലത്ത് സ്ഥാപിക്കാനുള്ള കൊടിമര ദീപശിഖാ ജാഥകൾ ജില്ലയിലെ വിവിധ രക്തസാക്ഷി സ്മരണ കുടീരങ്ങളിൽ നിന്നാണ് യാത്ര തിരിച്ചത്. 100കണക്കിന് അത്ലറ്റുകൾ റിലേയായാണ് ഇവ കാഞ്ഞങ്ങാട് നഗരത്തിൽ എത്തിച്ചത്. ബൈക്കിൽ പതാകയേന്തിയ വളണ്ടിയർമാരും അനുധാവനം ചെയ്തു. പൊതുസമ്മേളന നഗരിയിലേക്കുള്ള കൊടിമര ജാഥ അനശ്വരരായ ചീമേനി രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ നിന്ന് CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഭാഗമായിട്ട് നടത്തുന്നതല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനുഷ്ഠാനത്തിന്റെ ഭാഗമായി സമൂഹത്തിൽ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നത് പോലെ CPIM ചെയ്യുന്ന ഒരു കാര്യമല്ല. രക്തസാക്ഷികൾ നാം വിളിക്കുന്ന മുദ്രാവാക്യം അവർ അമരന്മാരാണ്, അനശ്വരരാണ്. യഥാർത്ഥത്തിൽ ആ പദപ്രയോഗത്തിൽ തന്നെയുണ്ട് രക്തസാക്ഷികളുടെ പ്രാമുഖ്യവും പ്രാധാന്യവും. രക്തസാക്ഷികൾ അനശ്വരരാകുന്നത് അവർ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തിട്ടുള്ള ത്യാഗത്തിന്റെ ഭാഗമായിട്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ജനാർദ്ദനൻ നയിച്ച ജാഥ 5 കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ വെച്ച് കയ്യൂരിൽ നിന്നെത്തിച്ച പ്രതിനിധി സമ്മേളന നഗരിയിലേക്കുള്ള കൊടിമര ജാഥയ്ക്കൊപ്പം കേന്ദ്രീകരിച്ച് ഒന്നിച്ച് പുറപ്പെടുകയായിരുന്നു. പൊതുസമ്മേളന നഗരിയിലേക്കുള്ള പതാക ജാഥ മുനിയംകുന്ന് രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സാബു എബ്രഹാമാണ് ജാഥ നയിച്ചത്. പ്രതിനിധി സമ്മേളന നഗരിയിലേക്കുള്ള കൊടിമര ജാഥ കയ്യൂർ രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ നിന്ന് മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം P കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. 100കണക്കിന് അത്ലറ്റുകൾ അണിചേർന്ന ജാഥ M രാജഗോപാലൻ MLA യാണ് നയിച്ചത്. 4 ജാഥകളും ഒപ്പം ജില്ലയിലെ വിവിധ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്നും എത്തിച്ച ദീപശിഖകളും മലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിൽ കേന്ദ്രീകരിച്ച് ആയിരങ്ങളുടെ അകമ്പടിയോടെ പൊതുസമ്മേളനം നടക്കുന്ന നോർത്ത് കോട്ടച്ചേരിയിലെ സീതാറാം യെച്ചൂരി, കോടിയേരി ബാലകൃഷ്ണൻ നഗറിലെത്തി. സംഘാടക സമിതി ചെയർമാൻ VV രമേശൻ പതാക ഉയർത്തി.
തുടർന്ന് ടൗൺഹാൾ പരിസരത്തെ പി രാഘവൻ നഗറിൽ KPSCയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകവും അരങ്ങേറി. ബുധനാഴ്ച മാവുങ്കാൽ റോഡിലുള്ള SBIക്ക് സമീപം പ്രത്യേകം തയ്യാറാക്കിയ AK നാരായണൻ, K കുഞ്ഞിരാമൻ നഗറിൽ പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളന നഗറിൽ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം P കരുണാകരൻ പതാക ഉയർത്തും. ജില്ലയിലെ 32 രക്തസാക്ഷി കുടീരത്തിൽ നിന്നും എത്തിച്ച ദീപശിഖ ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ പ്രതിനിധി സമ്മേളന നഗരിയിൽ കൊളുത്തും. ജില്ലയിലെ 27,904 പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 12 ഏരിയകളിൽ നിന്നും ഏരിയ സമ്മേളനം തെരഞ്ഞെടുത്ത 281 പ്രതിനിധികളും 36 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 317 പ്രതിനിധികളാണ് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കുമ്പളയിലെ നിധിവേട്ട മുജീബ് കമ്പാറിന്റെ മുസ്ലിം ലീഗിന്റെയും പോഷക സംഘടനകളുടെയും പദവികളിൽ നിന്നും ഒഴിവാക്കി. ഒരാഴ്ച മുമ്പാണ് പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള കുമ്പള ആരിക്കാടിക്കോട്ടയിൽ 5-അംഗ സംഘം നിധി കുഴിച്ചെടുക്കാൻ ശ്രമിച്ചത്. കുമ്പളയിൽ നിധി ശേഖരണ വിവാദവുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെട്ട മുജീബ് കമ്പാറിനോട് വിശദീകരണം തേടാനും മുസ്ലിം ലീഗിലും പോഷക സംഘടനകളിലും വഹിക്കുന്ന പദവികളിൽ നിന്ന് ഒഴിവാക്കാനും തീരുമാനമായി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി, ജനറൽ സെക്രട്ടറി A അബ്ദുൾ റഹ്മാൻ, ട്രഷറർ PM മുനീർ ഹാജി എന്നിവർ വാർത്താക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. മുജീബിനെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് നേരത്തെ മുസ്ലിം ലീഗ് മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയും കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിക്ക് ശുപാർശ നൽകിയിരുന്നു. ഒരാഴ്ച മുൻപാണ് പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള കുമ്പള ആരിക്കാടി കോട്ടയിൽ 5-അംഗ സംഘം നിധി കുഴിച്ചെടുക്കാൻ ശ്രമിച്ചത്. ശബ്ദം കേട്ട് പ്രദേശവാസികളെത്തി പോലീസിൽ വിവരം അറിയിച്ചതോടെയാണ് മുജീബ് കമ്പാർ ഉൾപ്പെടെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പുരാവസ്തു വകുപ്പിന്റെ പരാതിയിലും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. BJP, CPM, SDPI, കോൺഗ്രസ് കക്ഷികളെല്ലാം തന്നെ മുജീബ് കമ്പാറിനെ പഞ്ചായത്ത് അംഗത്വത്തിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രധാന കക്ഷികളെല്ലാം മാർച്ചും നടത്തിയിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് മുജീബ് കമ്പാറിനെ പാർട്ടിയിലെയും പോഷക സംഘടനകളിലെയും പദവികളിൽ നിന്ന് നീക്കി മുസ്ലിം ലീഗ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കുമ്പള. ചീമേനിയിൽ വീടിന്റെ മുൻവാതിൽ തകർത്ത് 45 പവൻ സ്വർണ്ണാഭരണങ്ങളും വെള്ളിപ്പാത്രങ്ങളും കവർന്നു. കണ്ണൂർ സ്വദേശിയും സിവിൽ എഞ്ചിനീയറുമായ N മുകേഷിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടുകാർ പുറത്തുപോയ സമയത്ത് ചീമേനിയിൽ വീട് കുത്തിത്തുറന്ന വൻ കവർച്ച. 45 പവൻ സ്വർണ്ണാഭരണങ്ങളും വെള്ളി കൊണ്ടുള്ള പാത്രങ്ങളുമാണ് കവർച്ച ചെയ്യപ്പെട്ടത്. കണ്ണൂർ സ്വദേശിയായ സിവിൽ എഞ്ചിനീയർ N മുകേഷിന്റെ ചീമേനി നെടുമ്പയിലെ വീട് കുത്തിത്തുറന്നാണ് കവർച്ച നടത്തിയത്. വീട്ടിലെ ജോലിക്കാരായ നേപ്പാൾ സ്വദേശിയെയും ഭാര്യയെയും കാണാനില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. വീട്ടിൽ കന്നുകാലികളെ നോക്കിയിരുന്ന ചക്ര ഷാഹിയെയും ഭാര്യ ഇഷ ചൌധരി അഗർവാൾ എന്നിവരെയാണ് കാണാതായത്. വീടിന്റെ മുൻവാതിൽ തകർത്താണ് കവർച്ച നടത്തിയത്. കണ്ണൂരിൽ പോയി തിങ്കളാഴ്ച വൈകുന്നേരം വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിയുന്നത്. വീട്ടിൽ കിടപ്പുമുറിയിലെ ഷെൽഫിൽ സൂക്ഷിച്ച 45 പവൻ തൂക്കം വരുന്ന ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങേത്തിന്റെ മേൽനോട്ടത്തിൽ ചീമേനി പോലീസ് ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് നിന്ന് വിരലടയാള വിദഗ്ധരും ഉച്ചയോടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. നേപ്പാൾ സ്വദേശികളെക്കുറിച്ച് കേരള പോലീസ് വിവിധ സംസ്ഥാനങ്ങളിൽ സന്ദേശം നൽകി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കുംഭമേളയിൽ കാസർഗോഡിന്റെ സ്വന്തം മംഗലം കളിയും. അമ്പലത്തറ 3-ാം മൈൽ മുണ്ടോട്ട് ഊരിലെ കലാകാരന്മാരാണ് 6 മുതൽ നടക്കുന്ന ഗോത്രകലാമേളയിൽ മംഗലം കളി അവതരിപ്പിക്കുന്നത്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയുടെ ഭാഗമായുള്ള ഗോത്രകലാമേളയിൽ കാസർഗോഡ് ജില്ലയുടെ തനത് കലാരൂപമായ മംഗലം കളിയും അരങ്ങേറും. അമ്പലത്തറ 3-ാം മൈൽ മുണ്ടോട്ട് ഊരിലെ കലാകാരന്മാരാണ് 6 മുതൽ നടക്കുന്ന ഗോത്രകലാമേളയിൽ മംഗലം കളി അവതരിപ്പിക്കുന്നത്. ഊരിലെ M പക്കീരനാണ് മംഗലം പരിശീലിപ്പിക്കുന്നത്. ചരിത്രത്തിൽ ഇതാദ്യമായാണ് കുംഭമേളയിൽ ഗോത്രകലകൾ അവതരിപ്പിക്കുന്നത്. ഗോത്രകലകൾ അവതരിപ്പിക്കുന്ന 46 അംഗങ്ങളടക്കം 52 പേരടങ്ങിയ സംഘം പ്രയാഗ്രാജിലേക്ക് യാത്ര തിരിച്ചു. 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയിൽ ഗോത്രകലകൾ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണിവർ. കേരളത്തിലെ വനവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരള വനവാസി വികാസ കേന്ദ്രം സംഘടനയുടെ ഫുൾ ടൈമറാണ്, പൂർണ്ണസമയ പ്രവർത്തകനാണ്. ഇടുക്കി ജില്ല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നത്. 144 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മഹാകുംഭമേളയെ ബന്ധപ്പെട്ട് ഫെബ്രുവരി മാസം 6, 7, 8 തീയതികളിൽ 6, 7, 8, 9 തീയതികളിൽ നടക്കുന്ന വനവാസി സംഗമത്തിൽ കേരളത്തിലെ
3ഓളം ഗോത്രകലകൾ പ്രദർശിക്കപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനമായും കാസർഗോഡ് ജില്ലയിലെ മാവിനൻ മലകോട്ട് വിഭാഗത്തിൽ പെടുന്ന അവരുടെ തനത് കലാരൂപമായ മംഗലം കളിയും ഉൾപ്പെടുന്നു. കേരള വനവാസി വികാസ കേന്ദ്രം സംസ്ഥാന വൈസ് പ്രസിഡന്റ് MP ജയദീപ് മാസ്റ്റർ, സംസ്ഥാന ശിക്ഷാ പ്രമുഖ് പ്രേം സായി, ഇടുക്കി ജില്ലാ സംഘടനാ സെക്രട്ടറി ഷിബു പാണത്തൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഗോത്രകലകളുടെ അവതരണം നടക്കുന്നത്. 6 മുതൽ 11 വരെ തീയതികളിലാണ് വനവാസി സംഗമം നടക്കുക. 6-ന് യുവകുംഭമേള, 7-ന് സ്നാനം, ശോഭയാത്ര, 8, 9 തീയതികളിൽ ഗോത്രകലകളുടെ അവതരണം, 10-ന് വനവാസികളായ സന്യാസിമാരുടെ സംഗമം എന്നിങ്ങനെയാണ് പരിപാടി. 11-ന് കലാകാരന്മാർ തിരിച്ചു നാട്ടിലേക്ക് പുറപ്പെടും. ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലെ 756 ഗോത്ര സമുദായങ്ങളിലെ 125ഓളം ഗോത്രകലകൾ മേളയുടെ ഭാഗമാകും. ഇവരുടെ യാത്രാ ചെലവ് പൂർണ്ണമായും വഹിക്കുന്നത് അഖില ഭാരതീയ വനവാസി കല്യാണാശ്രമമാണ്. 600ഓളം കലാകാരന്മാർ ചുവടുവെച്ച മെഗാപൂരക്കളി ആസ്വാദകർക്ക് നവ്യാനുഭവമായി. കാസർഗോഡ് നെല്ലിക്കാതുരുത്തിക്കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്ര പുനഃപ്രതിഷ്ഠ കലശോത്സവത്തിന്റെ മുന്നോടിയായാണ് മെഗാപൂരക്കളി അവതരിപ്പിച്ചത്. ശ്രീപാദപങ്കജ സേവിതർങ്ങളിൽ ശ്രീയരുളിടുവാൻ പന്തലും ദൈവം കഴകപരിധിയിലെ 600ഓളം യുവാക്കളാണ് ചല്ലനമുടുത്ത് ഉറുമാൽ കെട്ടി കളത്തിലിറങ്ങിയത്. നെല്ലിക്കാതുരുത്തി കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ കലശോത്സവ അനുബന്ധമായിട്ടാണ് മെഗാപൂരക്കളി അവതരിപ്പിച്ചത്. ക്ഷേത്രം ആചാരസ്ഥാനികർ ഭദ്രദീപം കൊളുത്തിയ ശേഷം 1ഉം 5ഉം നിറവും ഗണപതിപ്പാട്ടും ചിന്തും അവതരിപ്പിച്ചു. കഴകം പരിധിയിലെ 10ഓളം സ്ഥലങ്ങളിൽ 5 മാസം പരിശീലനം നടത്തിയാണ് മെഗാപൂരക്കളി അരങ്ങേറിയത്. പൂരക്കളി കളിച്ച് ശീലമില്ലാത്തവരാണ് അരങ്ങിലെത്തിയവരിൽ പകുതിയിലേറെ പേരും. ശ്രമകരമായ പരിശീലനത്തിലൂടെ പൂരക്കളി സ്വായത്തമാക്കുകയായിരുന്നു ഇവർ. 4 വയസ്സുകാരൻ നീലേശ്വരം കൊയാമ്പുറത്തെ അദർവ് മനോജ് മുതൽ 76 വയസ്സുള്ളവർ വരെ പൂരക്കളിയിൽ ചുവടുവെച്ചു. നെല്ലിക്കാതുരുത്തി കഴകം നിലമംഗലത്തെ ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘമാണ് 600-ലധികം പൂരക്കളി കലാകാരന്മാരെ അണിനിരത്തി മെഗാ പൂരക്കളിയൊരുക്കാൻ മുൻകൈയെടുത്തത്. അച്ചാംതുരുത്തിയിലെ PK നാരായണൻ, കിഴക്കേ മുറിയിലെ K പ്രദീപൻ എന്നിവരായിരുന്നു മുഖ്യ പരിശീലകർ. ഒരേ ശബ്ദത്തോടെ ഒരുമയുള്ള ചുവടുകളോടെ ഇവർ ആടിത്തിമിർക്കുന്നത് കാണാനെത്തിയത് നിരവധി പേരായിരുന്നു. മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ പൂരം നാൾ വരെ വടക്കേ മലബാറിലെ ക്ഷേത്രങ്ങളിലും തെയ്യക്കാവുകളിലും പുരാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന പൂരക്കളിയിൽ 100-ൽ താഴെ പൂരക്കളി കളിക്കാരാണ് ഒരേ സമയം സാധാരണ അരങ്ങിലെത്താറ്. ഇനി 1001 പേരെ അണിനിരത്തി പൂരക്കളി അവതരിപ്പിച്ച് പൂരക്കളിയിൽ ചരിത്രം സൃഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘം. കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. വിഷ്ണുമൂർത്തി തിരുമുടിയെടുക്കൽ ചടങ്ങോടുകൂടിയാണ് ഉത്സവത്തിന് സമാപനമായത്. കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് മകരം 16 മുതൽ 20 വരെ 2 വർഷത്തിലൊരിക്കൽ നടത്തിവരാറുള്ള കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് സമാപനമായത്. സമാപന ദിവസം ദേവപ്രീതിക്കായി തേങ്ങ എറിഞ്ഞുടയ്ക്കുന്ന ചടങ്ങാണ് തേങ്ങയേറ്. ആയിരങ്ങൾക്ക് ആവേശം പകരുന്ന അനുഷ്ഠാന കാഴ്ചയായി മാറി തേങ്ങയേറ് ചടങ്ങ്.
രമ്യയുടെ തിരുമുടി എടുക്കലോടുകൂടിയാണ് 5 ദിവസം നീണ്ടുനിന്ന മഹോത്സവത്തിന് സമാപനമായത്. കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് കോട്ടച്ചേരി കാഴ്ച കമ്മിറ്റി നടത്തിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു. ബമ്പർ സമ്മാനമായ 1 ലക്ഷം രൂപയുടെ നറുക്കെടുപ്പ് വല്യാളൻ ബാലകൃഷ്ണനും, 1ാം സമ്മാനമായ സോഫ സെറ്റ് ഐശ്വര്യകുമാരനും, 2ാം സമ്മാനമായ വാഷിംഗ് മെഷീൻ രമേശൻ കൽപ്പകയും, 3ാം സമ്മാനമായ സ്മാർട്ട് ഫോൺ മോഹനൻ ടിവിയും, 4ാം സമ്മാനമായ LED TV ഐ പ്രകാശനും, 5ാം സമ്മാനമായ ഗ്യാസ് സ്റ്റൗ ഗോകുൽ ഇട്ടമലും നറുക്കെടുത്തു. രമേശൻ 1 ലക്ഷം രൂപയ്ക്ക് അർഹയായിരിക്കുകയാണ്. ഭാഗ്യശാലി ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് തൊട്ടരികിലായി 1037 നമ്പർ ഇവിടെ ഈ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സമ്മാന കൂപ്പണിലെ ഏറ്റവും വലിയ സമ്മാനം 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപയ്ക്ക് അർഹയായിരിക്കുന്നത് രമ്യ രമേശനാണ്. ഭാഗ്യശാലിയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ബമ്പർ സമ്മാനത്തിന് 1037 എന്ന നമ്പറും, 1ാം സമ്മാനത്തിന് 1309 എന്ന നമ്പറും, 2ാം സമ്മാനത്തിന് 1753 എന്ന നമ്പറും, 3ാം സമ്മാനത്തിന് 1028 എന്ന നമ്പറും, 4ാം സമ്മാനത്തിന് 1157 എന്ന നമ്പറും, 5ാം സമ്മാനത്തിന് 1431 എന്ന നമ്പറും അർഹമായി. ബമ്പർ സമ്മാനം ബിജിത്ത് ഇട്ടമലും ബൈജു PV ഇട്ടമലും കൈമാറി. വാഷിംഗ് മെഷീൻ ശ്രീ ഗംഗാധരൻ, മുതിർന്ന വ്യക്തിത്വം, ഈ കാഴ്ച കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ശ്രീ ഗംഗാധരൻ അവർ കൈമാറുന്നതിന്റെ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ സന്തോഷം നിറഞ്ഞ അന്തരീക്ഷത്തിൽ LED TV കൈമാറിയിരിക്കുകയാണ്. ഭാഗ്യവാൻ 5ാം സമ്മാനമാണ് കൈമാറിയിരിക്കുന്നത്. ക്ഷമിക്കണം, 5ാം സമ്മാനമായ ഗ്യാസിന്റെ ആള് അല്പം വൈകിയെത്തി. അവർക്കത് കൈമാറി ജാനകി ചേരിച്ചെല്ലാണ്. കോട്ടച്ചേരി കാഴ്ചാഘോഷ കമ്മിറ്റി ഒരുക്കിയ ലക്കി കൂപ്പണിലെ 1ാം സമ്മാനമായിരുന്നു വുഡൻ സോഫ. കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. ഏവരും കൈയടിക്കുക. 3ാം സമ്മാനം സ്മാർട്ട് ഫോൺ കൈമാറിക്കഴിഞ്ഞു. ലക്കി കൂപ്പണിലെ എല്ലാ സമ്മാനങ്ങളും ശ്രീ രമ്യക്ക് ഇത് നൽകുന്നത് കൂപ്പണിന്റെ ചുമതലയുള്ള വിജിത്ത് ഇട്ടമൽ, ബൈജു ഇട്ടമൽ എന്നിവർ ചേർന്നാണ്. ഏവരും സന്തോഷത്തോടെ കൈയടിക്കുക. ബമ്പർ സമ്മാനം 1 ലക്ഷം രൂപ കൈമാറിയിരിക്കുകയാണ് ശ്രീ രമ്യക്ക്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KSTA 34ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഉപജില്ലാതല പതാക ദിനം ആചരിച്ചു. തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന പരിപാടി KSTA സംസ്ഥാന കമ്മിറ്റി അംഗം EM ചന്ദ്രാംഗതൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നയങ്ങളുമായി മുന്നോട്ടു പോകുന്ന കാലഘട്ടത്തിൽ പ്രതിരോധം തീർക്കുന്ന കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ കേരളീയ ബദൽ രാജ്യത്തിന് മാതൃകയായി മാറുകയാണെന്ന് EM ചന്ദ്രാംഗതൻ പറഞ്ഞു. KSTA 34ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഉപജില്ലാതല പതാക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചിയിലും ഒക്കെ അതത് പ്രദേശത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള അധ്യാപകർ ചേർന്ന് അധ്യാപക പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നു. 1951 കേരളത്തിന് ഒരു അധ്യാപക സംഘടന എന്ന നിലയിൽ KAPTF, കേരള എയ്ഡഡ് പ്രൈമറി ടീച്ചേഴ്സ് ഫെഡറേഷൻ എന്ന രൂപത്തിൽ ഒരു സംഘടന രൂപീകരിക്കുന്നു. അത് വളർന്ന് KPTF-ഉം KAPT യൂണിയനും ഒക്കെയായി. KAPT യൂണിയൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഉപജില്ലാ പ്രസിഡന്റ് M മധുകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ VS ബിജുരാജ്, P പുഷ്പ, KM ഈശ്വരൻ, PV ഉണ്ണികൃഷ്ണൻ, K ശ്രീജ, AV അനിത, PK മുരളീകൃഷ്ണൻ, ഉപജില്ലാ സെക്രട്ടറി P രാഗേഷ്, ജോയിന്റ് സെക്രട്ടറി P സനീബ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഒരിടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story.
One vow at a time. Celebrating Vivah by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയാ. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകൾ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോട്ടപ്പാറ കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188, 8547349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്ര ഫേഷ്യൽ, മെഡി ഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895413028. വാർത്തകൾ തുടരുന്നു. മേളപ്പെരുമഴ തീർത്ത് ചെണ്ടമേളത്തിൽ കുട്ടികളടക്കം 100ഓളം കലാകാരന്മാരുടെ അരങ്ങേറ്റം. 10 മാസം നീണ്ട പരിശീലനത്തിന് ശേഷം കാസർഗോഡ് ഉദുമ ഷൺമുഖമഠത്തിലാണ് അരങ്ങേറ്റം നടന്നത്. 8 മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ളവരാണ് ചെണ്ടയിൽ പരിശീലനം നേടി കൊട്ടിക്കയറിയത്. ഗണപതി കൈ, ചെമ്പടമേളം, ത്രിപുട, പഞ്ചാരി 4, 5 കാലങ്ങളിലൂടെ അരങ്ങേറ്റമേളം കടന്നുപോയി. ആസ്വാദനം 1.5 മണിക്കൂറോളം നീണ്ടു. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലായിരുന്നു ചെണ്ട പരിശീലനത്തിന് തുടക്കം കുറിച്ചത്. പ്രശസ്ത വാദ്യകലാകാരൻ കൊക്കാൽ വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ സൗജന്യമായാണ് പരിശീലനം നൽകിയത്.
നമ്മുടെ ഷൺമുഖ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏപ്രിൽ 10-ാം തീയതിയാണ് ഈ ചെണ്ടമേള ക്ലാസ് തുടങ്ങിയത്. ഇപ്പോൾ നാടിൻ്റെ നാനാഭാഗത്തുള്ള കുട്ടികളും രക്ഷിതാക്കളും അതേപോലെ വീട്ടമ്മമാരും കുറച്ച് പ്രായമുള്ളവരൊക്കെ ഏകദേശം 6 വയസ്സ് മുതൽ ഒരു 50 വയസ്സ് വരെയുള്ള ആൾക്കാർ ഈ ചെണ്ടമേള അഭ്യസിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം തുടങ്ങുമ്പോൾ ഒരു 85-90 കുട്ടികളുണ്ടായിരുന്നു. കുട്ടികളും രക്ഷിതാക്കളും കുറച്ച് അസൗകര്യ നിമിത്തം അവർ വരാൻ പറ്റിയില്ല. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം വന്നിന്. കാരണം അവരെ സ്കൂളിൻ്റെ വിദ്യാഭ്യാസത്തിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒഴിവുള്ള ദിവസങ്ങളും അത് ക്രിസ്മസ്, ഓണം, വെക്കേഷനിലാണ് ക്ലാസ് പൂർത്തിയാക്കിയിട്ടുള്ളത്. സൗജന്യ പരിശീലനത്തിന് കൊക്കാൽ ഷൺമുഖ ക്ലബ്ബ് നേതൃത്വം നൽകി. ഉദുമ ഷൺമുഖ മഠത്തിൽ നടന്ന അരങ്ങേറ്റമേളം കാണാൻ വൻ ജനാവലി ഒത്തുകൂടി. ന്യൂസ് ബ്യൂറോ, ഉദുമ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITUവിന്റെ നേതൃത്വത്തിൽ 11-ന് പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായുള്ള ഒപ്പുശേഖരണത്തിന് തുടക്കമായി. LICയെ പൊതുമേഖലയിൽ സംരക്ഷിക്കുക, ഏജന്റുമാരുടെ ന്യായമായ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക, 100% വിദേശ നിക്ഷേപം അനുവദിക്കാനുള്ള ബില്ല് പിൻവലിക്കുക, നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITUവിന്റെ നേതൃത്വത്തിൽ വരുന്ന 11-ന് പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായി 1 കോടി ഒപ്പുകൾ ശേഖരിക്കും. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ നടന്ന ഒപ്പുശേഖരണം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ശക്തമായിട്ടുള്ള എതിർപ്പ് LICയിൽ നിന്ന് മാത്രമല്ല പൊതുജനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ സംഘടനകളിൽ നിന്നും ഉയർന്നു വന്നതിനെ തുടർന്ന് 5% പിന്നീട് വർദ്ധിപ്പിക്കുന്ന നടപടിയിലേക്ക് പോയിരുന്നില്ല. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ പറയുന്ന പോലെ പൊന്മുട്ടയിടുന്ന താറാവിനെ വെട്ടിക്കൊല്ലുന്നത് പോലുള്ള നടപടികളുമായിട്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ജനകീയമായിട്ടുള്ള ജനങ്ങൾക്ക് വിശ്വാസത്തോടുകൂടി ചേരാൻ വേണ്ടി കഴിയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം, ആ സ്ഥാപനത്തെയാണ് കേന്ദ്ര ഗവൺമെന്റ് നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. TP സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. സുകുമാരൻ പനയാൾ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി K ചന്ദ്രൻ, എക്കാൽ വിജയൻ, PM ഭാസ്കരൻ, P കൃഷ്ണൻ, കുഞ്ഞിക്കണ്ണൻ മടിക്കൈ, AV പ്രദീപ് കുമാർ, C അനന്തൻ, C ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭ അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കുടുംബശ്രീക്ക് വേണ്ടി നിർമ്മിച്ച പച്ചക്കറി സ്റ്റാൾ മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് UDF നഗരസഭാ കൗൺസിലർമാർ ധർണ സംഘടിപ്പിച്ചു. UDF മുനിസിപ്പൽ ചെയർമാൻ MK റഷീദ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭ അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിലെ അനധികൃത നിർമ്മാണം തടയുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് UDF കൗൺസിലർമാർ ധർണാസമരം നടത്തിയത്. ബസ് സ്റ്റാൻഡിൽ കുടുംബശ്രീക്ക് വേണ്ടി നിർമ്മിച്ച പച്ചക്കറി സ്റ്റാൾ മാറ്റി സ്ഥാപിക്കണമെന്നാണ് UDF നഗരസഭാ കൗൺസിലർമാരുടെ ആവശ്യം. ബസ് സ്റ്റാൻഡിന്റെ കവാടത്തിൽ തന്നെ സ്റ്റാൾ നിർമ്മിച്ചതിലൂടെ നഗരസഭയുടെ ബുദ്ധിശൂന്യതയാണ് വെളിവാക്കുന്നതെന്ന് കൗൺസിലർമാർ പരിഹസിച്ചു. UDF മുനിസിപ്പൽ ചെയർമാൻ MK റഷീദ് ഉദ്ഘാടനം ചെയ്തു. അധപതനമാണ് ഇപ്പോൾ പച്ചക്കറി സ്റ്റാൾ ഇവിടെ കാണുന്നത് എന്നതിന് യാതൊരു സംശയമില്ല. കാരണം എത്രയോ റൂമുകൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്, അത് ലേലത്തിൽ വിളിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിലൊന്ന് പച്ചക്കറി സ്റ്റാൾ നടത്താനുള്ള സൗകര്യം ഇല്ലേ എന്ന് അവർ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ മുൻവശത്ത് തന്നെ ഒരു സ്റ്റാൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും മോശമായ രീതിയിലുള്ള ഒരു തീരുമാനമാണ്. ആ തീരുമാനം മാറ്റിയേ പറ്റൂ എന്ന് UDF ആവശ്യപ്പെടുകയാണ്. ഈ ധർണയ്ക്ക് എല്ലാവിധ കൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചു. KK ജാഫർ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. KK ബാബു സ്വാഗതം പറഞ്ഞു. M കുഞ്ഞികൃഷ്ണൻ, NA ഉമ്മർ, നാരായണൻ, T അബ്ദുൽ അസീസ്, ഇസ്ലാം കരീം, അഷ്റഫ് ബാവാനഗർ, 7 സ്റ്റാർ അബ്ദുറഹിമാൻ, T മുഹമ്മദ് കുഞ്ഞി, VV ശോഭ, TK സുമയ്യ, CH സുബൈദ, ഹസീന റസാഖ്, ആയിഷ അഷ്റഫ്, റസിയ ഗഫൂർ, അനീസ ഹംസ, അസ്മ മംഗുൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നഗരസഭാ കാര്യാലയത്തിന് മുന്നിലും ധർണാസമരം നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തത്വമസി ആൻഡ് കാരളി മൂവീസിന്റെ ബാനറിൽ സായന്തനക്കാറ്റ് എന്ന പേരിൽ ഷോർട്ട് മൂവി ഒരുങ്ങുന്നു. A രാമകൃഷ്ണൻ പൊള്ളക്കട രചിച്ച ഗുരുവായൂർ കണ്ണൻ എന്ന ആൽബത്തിന്റെ ചിത്രീകരണത്തിനും തുടക്കമായി. തത്വമസി ആൻഡ് കാരളി മൂവീസിന്റെ ബാനറിൽ സായന്തനക്കാറ്റ് എന്ന ഷോർട്ട് മൂവിയുടെ ഉദ്ഘാടനവും A രാമകൃഷ്ണൻ പൊള്ളക്കട രചിച്ച ഗുരുവായൂർ കണ്ണൻ എന്ന ആൽബത്തിന്റെ ചിത്രീകരണ തുടക്കവും കോട്ടച്ചേരി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നടന്നു. പ്രസിഡന്റ് ഗീത അശോകിന്റെ അധ്യക്ഷതയിൽ സ്വിച്ച് ഓൺ കർമ്മം വിജിലൻസ് DYSP ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. നമുക്ക് നമ്മുടെ സൊസൈറ്റിയുടെ നിലനിൽപ്പിന്, സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ എല്ലാ കാര്യവും ആവശ്യമാണ്. അതോടൊപ്പം തന്നെ
ഇതൊരു അഡീഷണൽ എന്ന് നമ്മൾ വിചാരിക്കും. ചിലപ്പോഴൊക്കെ എപ്പോഴും വിചാരിക്കും ഇതൊരു അഡീഷണൽ. കല എന്ന് പറയുന്നത് ഒരു അഡീഷണൽ ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ ജീവിച്ചു പോകുന്നതിന് ഉപരിയായി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കലാപരമായ കഴിവും അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നു ഒക്കെ. പക്ഷേ വളരെ കൂടുതൽ ആൾക്കാർ അത് ജീവിതം തന്നെ ആയി സ്വീകരിക്കുന്നവരുമുണ്ട്. അതോടൊപ്പം തന്നെ ജീവിതത്തോടൊപ്പം അതിനെ ചേർത്ത് കൊണ്ടുപോകുന്നത്. വീഡിയോ പ്രകാശനം ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉത്തം ദാസ് നിർവഹിച്ചു. സെക്രട്ടറി ദേവദാസ് KV, ചന്ദ്രൻ കാരളി, രാമകൃഷ്ണൻ പൊള്ളക്കട, MS നമ്പൂതിരി, മാജിക് അച്ചു കരിവെള്ളൂർ, വത്സരാജ് കാട്ടുകുളങ്ങര എന്നിവർ സംസാരിച്ചു. സായന്തനക്കാറ്റ് എന്ന ഷോർട്ട് മൂവിയുടെ സംവിധാനം ചന്ദ്രൻ കാരളിയും ക്യാമറ നിഷാന്ത് തലയെടുക്കവും നിർവഹിക്കും. ഒരിടവേള. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റൂ? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ ടൈംലി ഗുഡ് സർവീസ്. ഓൾ ഓഫ് യുവർ ഗുഡ് നഴ്സസ്. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, കോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors, അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറിവാ മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓ, എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും.
ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. എന്നാ നിങ്ങൾക്കും പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്രചികിത്സാ രംഗത്ത് നൂതന സാങ്കേതിക തികവുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ് മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. ചെങ്കൽ തൊഴിലാളി യൂണിയൻ CITU രൂപീകരണ കൺവെൻഷൻ പെരിയ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന ചെങ്കൽ പടകളിൽ ജോലി ചെയ്യുന്ന നൂറുകണക്കിന് തൊഴിലാളികൾക്ക് ജോലി സമയം, ദിവസവേതനം, അർഹമായ അവധി, ആരോഗ്യ സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഏകീകരിച്ച തീരുമാനമുണ്ടാക്കാൻ ചെങ്കൽ പണ ഉടമകളും ലേബർ അധികാരികളും തയ്യാറാകണമെന്ന് പെരിയ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ചെങ്കൽ തൊഴിലാളി യൂണിയൻ CITU രൂപീകരണ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. 1970 മെയ് മാസം 30-നാണ് നമ്മുടെ സംഘടന ആരംഭിച്ചത്. നീണ്ട 54 വർഷം പിന്നിലാണ്. സംഘടിത മേഖലയിൽ, അസംഘടിത മേഖലയിൽ, പരമ്പരാഗത വ്യവസായ രംഗത്ത് എവിടെല്ലാം പണിയെടുക്കുന്നുണ്ടോ അവിടെല്ലാം നമ്മൾ പോയി തൊഴിലാളി സംഘടിപ്പിക്കും. തൊഴിലാളി എന്ന് പറയുന്നത് സമ്പത്ത് ഉണ്ടാക്കുന്ന ആളാണ്. നിങ്ങൾ ചെങ്കല്ല് ഉത്പാദിപ്പിച്ചാൽ മാത്രമേ നിർമ്മാണ പ്രവർത്തനം നടക്കൂ. കരിങ്കല്ല് പൊട്ടിച്ചാലേ ഈ പറഞ്ഞ നിർമ്മാണ രംഗത്തെ പണി സുഖമാവും. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ഉണ്ടാക്കിയത് പണിയെടുക്കുന്നവരാണ്, അധ്വാനിക്കുന്നവരാണ്, സ്വമേധ ഉണ്ടായതാണ്. മണ്ണിൽ പഴുതുന്ന കൃഷിക്കാരെ പണിയെടുത്തില്ലെങ്കിൽ നമുക്ക് ഉണ്ണാൻ പറ്റും. നിർമ്മാണ തൊഴിലാളി യൂണിയൻ ഏരിയ പ്രസിഡന്റ് ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. നിർമ്മാണ തൊഴിലാളി CITU ജില്ലാ വൈസ് പ്രസിഡന്റ് P കൃഷ്ണൻ, ഷിജു പാണംതോട് എന്നിവർ സംസാരിച്ചു. ഗുഡ്സ് ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ ബാബു വെള്ളിക്കോത്ത് സ്വാഗതവും P തമ്പാൻ വേലാശ്വരം നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായി ബാബു വെള്ളിക്കോത്ത് പ്രസിഡന്റായും മഞ്ജുനാഥ് ഭട്ടത്തൂർ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. തമ്പാൻ P സെക്രട്ടറിയായും രവീന്ദ്രൻ പൊള്ളക്കട ജോയിന്റ് സെക്രട്ടറിയായും ഷിജു പാണംതോട് ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. കാട്ടുകുളങ്ങര കുതിരക്കാളിയമ്മ ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് ബുധനാഴ്ച തുടക്കമാവും. 3 ദിവസങ്ങളിലായി നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിൽ വിവിധ തെയ്യങ്ങൾ കെട്ടിയാടും. കുതിരക്കാളിയമ്മയുടെ ശക്തി ചൈതന്യത്താൽ പരിപാവനമായ കാട്ടുകുളങ്ങര കുതിരക്കാളിയമ്മ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് ബുധനാഴ്ച തുടക്കമാവും. 3 ദിവസങ്ങളിലായി നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടക്കും. മാവുങ്കാൽ ശ്രീരാമക്ഷേത്രത്തിൽ നിന്ന് കലവറ ഘോഷയാത്ര പുറപ്പെടും. വൈകിട്ട് ദീപമെഴുന്നള്ളത്ത്. വിഷ്ണുമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് മൂലക്കണ്ടം വഴി ദേവസ്ഥാനത്ത് എത്തിച്ചേരും. തുടർന്ന് തെയ്യങ്ങളുടെ കുളിച്ചുതോറ്റം നടക്കും. 6-7 ദിവസങ്ങളിൽ ചാമുണ്ടിയമ്മ, വിഷ്ണുമൂർത്തി, ഗുളികൻ തെയ്യങ്ങൾ അരങ്ങിലെത്തും. മഹോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ചാമുണ്ടി, വിഷ്ണുമൂർത്തി, ഗുളികൻ, പഞ്ചുരുളി, ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങളാണ് ഇവിടെ കെട്ടിയാടിക്കുന്നത്. നാളെ രാവിലെ കലവറ ഘോഷയാത്ര ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്നു. അതുപോലെ തന്നെ ദീപം തിരിയുന്നിടത്ത് വിഷ്ണുമൂലം ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് ക്ഷേത്രത്തിൽ രാത്രിയോടുകൂടി എത്തിച്ചേരും. പിന്നെ കുളിച്ചുതോറ്റം. പിന്നീട് 6-ാം തീയതി രാവിലെ ചാമുണ്ടിയമ്മ അരങ്ങിലെത്തും. ഉച്ചയ്ക്ക് ശേഷം വിഷ്ണുമൂർത്തിയുടെയും അരങ്ങേറ്റമാണ്. വൈകുന്നേരം ഗുളികൻ. അങ്ങനെ 2 ദിവസങ്ങളിലായി കാട്ടുകുളങ്ങര ശ്രീ കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്ത് കളിയാട്ട മഹോത്സവം ആഘോഷിക്കുകയാണ്. സമാപന ദിവസമായ 7-ന് വെള്ളിയാഴ്ച ഭക്തർക്ക് അന്നപ്രസാദവും നൽകും. വൈകിട്ട് അതിപുരാതനവും പ്രാചീന ആചാരവിധി പ്രകാരമുള്ള വടക്കേൻ ബലി കർമ്മം നടക്കും. രാത്രി വിളക്കിലരി ചടങ്ങോടുകൂടി കളിയാട്ട മഹോത്സവത്തിന് സമാപനം കുറിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൂച്ചക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ആറാട്ട് മഹോത്സവത്തിന് തുടക്കമായി. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഉത്സവത്തിന് കൊടിയേറി. പ്രസിദ്ധമായ പൂച്ചക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന് തുടക്കമായി. ബ്രഹ്മശ്രീ അരവത്ത് KU പത്മനാഭ തന്ത്രികളുടെ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് ഭക്തിയുടെ നിറവിൽ കൊടിയേറി. തുടർന്ന് വിവിധ പൂജകൾ നടന്നു. വൃന്ദാവന കീക്കാൻ പുതുതായി നിർമ്മിച്ച സ്റ്റേജിന്റെ സമർപ്പണം നടന്നു. KU പത്മനാഭ തന്ത്രികൾ നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു. ക്ഷേത്രത്തിൻ്റെ ഓരോ വർഷവും അതിൻ്റെ അഭിവൃദ്ധിയുടെ ഒരു കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്.
അതുപോലെ ഓരോ വർഷവും ഇവിടെ അഗ്രശാല ഇവിടെ സമർപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഈ ഒരു വേദി, ഒരു സാംസ്കാരികമായ കാര്യങ്ങളും പ്രവർത്തനങ്ങൾ, കലാകാര്യങ്ങളെല്ലാം ഇവിടെ നടത്തുവാനുള്ള ഒരു വേദി നമുക്കിവിടെ വൃന്ദാവൻ കിക്കാൻ എന്ന ഒരു സംഘടന ഇവിടെ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. പ്രണവം കലാകായിക വേദി കീക്കാൻ നിർമ്മിച്ച കമാനം ക്ഷേത്രം പ്രസിഡന്റ് ഡോക്ടർ ബൽറാം നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. ബ്രഹ്മശ്രീ അരവത്ത് KU പത്മനാഭ തന്ത്രി, കാർക്കള ബാലാജി ശിബിര PR ബാലകൃഷ്ണ ഗുരുസ്വാമി, ഡോക്ടർ M ബൽറാം നമ്പ്യാർ എന്നിവരെ ആദരിച്ചു. വിഷ്ണു പ്രസാദ് ഹെബ്ബാർ, രാകേഷ് തെക്കേക്കര, KV രാജൻ, സുബ്രയ മാസ്റ്റർ, രാം അഖിതായ, നാരായണ ഹെബ്ബാർ എന്നിവർ സംസാരിച്ചു. ക്ഷേത്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി M കൃഷ്ണൻ സ്വാഗതവും ട്രഷറർ K രവിവർമ്മൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ പൂജകൾ നടക്കും. 5-ന് സർവൈശ്വര വിളക്ക് പൂജ നടക്കും. 6-ന് വലിയ ഉത്സവം, 8-ന് ആറാട്ട് മഹോത്സവം നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് പതാക ഉയർന്നു. കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ K കുഞ്ഞിരാമൻ, AK നാരായണൻ നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. കുമ്പളയിലെ നിധിവേട്ട മുജീബ് കമ്പാറിനെ മുസ്ലിം ലീഗിന്റെയും പോഷക സംഘടനകളുടെയും പദവികളിൽ നിന്നും ഒഴിവാക്കി. ഒരാഴ്ച മുമ്പാണ് പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള കുമ്പള ആരിക്കാടിക്കോട്ടയിൽ 5-അംഗ സംഘം നിധി കുഴിച്ചെടുക്കാൻ ശ്രമിച്ചത്. ചീമേനിയിൽ വീടിന്റെ മുൻവാതിൽ തകർത്ത് 45 പവൻ സ്വർണ്ണാഭരണങ്ങളും വെള്ളിപ്പാത്രങ്ങളും കവർന്നു. കണ്ണൂർ സ്വദേശിയും സിവിൽ എഞ്ചിനീയറുമായ N മുകേഷിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. കുംഭമേളയിൽ കാസർഗോഡിന്റെ സ്വന്തം മംഗലം കളിയും. അമ്പലത്തറ 3-ാം മൈൽ മുണ്ടോട്ട് ഊരിലെ കലാകാരന്മാരാണ് 6 മുതൽ നടക്കുന്ന ഗോത്ര കലാമേളയിൽ മംഗലം കളി അവതരിപ്പിക്കുന്നത്. 600ഓളം കലാകാരന്മാർ ചുവടുവെച്ച മെഗാപൂരക്കളി ആസ്വാദകർക്ക് നവ്യാനുഭവമായി. കാസർഗോഡ് നെല്ലിക്കാത്തുരുത്തി കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്ര പുനഃപ്രതിഷ്ഠ കലശോത്സവത്തിന്റെ മുന്നോടിയായാണ് മെഗാപൂരക്കളി അവതരിപ്പിച്ചത്. കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. വിഷ്ണുമൂർത്തി തിരുമുടിയെടുക്കൽ ചടങ്ങോടുകൂടിയാണ് ഉത്സവത്തിന് സമാപനമായത്. KSTA 34-ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഉപജില്ലാതല പതാക ദിനം ആചരിച്ചു. തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന പരിപാടി KSTA സംസ്ഥാന കമ്മിറ്റി അംഗം EM ചന്ദ്രാംഗതൻ ഉദ്ഘാടനം ചെയ്തു. മേള പെരുമഴ തീർത്ത് ചെണ്ടമേളത്തിൽ കുട്ടികളടക്കം 100ഓളം കലാകാരന്മാരുടെ അരങ്ങേറ്റം. 10 മാസം നീണ്ട പരിശീലനത്തിന് ശേഷം കാസർഗോഡ് ഉദുമ ഷൺമുഖമഠത്തിലാണ് അരങ്ങേറ്റം നടന്നത്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.